അപ്പൂൻ്റെ പിറന്നാൾ 23rd പിറന്നാൾ. അപ്പൂന് സർപ്രൈസ് ആക്കാൻ വേണ്ടി രാത്രി ഞങ്ങൾ ചില സംഭവങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. എല്ലാ കൊല്ലം സെയിം ഒരുക്കണതുകൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും സർപ്രൈസ് അവൾ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഭിനയിച്ചു. കുഞ്ഞനാണ് ഫുൾ ഡെക്കറേഷൻ ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല, ഞാനൊക്കെ കിടന്നുറങ്ങിപ്പോയി. നീറ്റായിരുന്നു ഒന്ന് കിടക്കാൻ തന്നെ. പക്ഷെ അവൾ നീറ്റൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഗണപതിയുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് ഡയറക്റ്റ് ക്ലബ് ഹൗസിൽ നിന്ന് വന്ന് പിന്നെ അവളതൊക്കെ ഒരുക്കാൻ നിന്നു. അസലായിട്ട് അവൾ ഒരുക്കി. അവൾ ഉറങ്ങിയിട്ടില്ല തോന്നുന്നു, പക്ഷെ ഞങ്ങളൊക്കെ കിടന്നുറങ്ങി. പക്ഷെ സൂപ്പറായിരുന്നു ഒരുക്കങ്ങളും. ഞങ്ങളങ്ങനെ ഞങ്ങളുടേത് മാത്രമായിട്ടൊരു കുഞ്ഞാഘോഷം രാത്രി 12 മണിക്ക് അയൽപ്പക്കത്തുള്ള റെസ്റ്റോറൻറ്റ്, തൊട്ടടുത്തുള്ള ഞങ്ങളുടെ മീൻസ് ബിൽഡിംഗ്, ഞങ്ങളുടെ കോംപ്ലക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസ്റ്റോറൻറ്റാണ്. അത് റിനോവേറ്റ് ചെയ്തിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി റിനോവേഷനൊക്കെ നടക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് റിനോവേഷൻ ചെയ്തിട്ട് ആ റെസ്റ്റോറൻറ്റ് ഉണ്ടാവാന്ന്. ഇന്നലെയാണ് ഞങ്ങൾ പോയത്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നോളെ, ഡയറക്റ്റ് കോളേജിൽ നിന്ന് വരിക ചെയ്ത് അവിടേക്ക്. എല്ലാവരും അവളെ വിഷ് ചെയ്തു. നാരായണേട്ടൻ അവളെപ്പോഴും എൻകറേജ് ചെയ്യണം. ചുരുക്കം ചില ആൾക്കാരിൽ ഒരു വ്യക്തിയാണ് കേട്ടോ നാരായണേട്ടൻ. കേക്കൊക്കെ ഞങ്ങൾ എന്തോ ഒരു സ്പെഷ്യൽ കേക്ക് കുഞ്ഞൻ രുദ്ര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. എനിക്ക് അന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് ചുട്ടി തുടങ്ങുമായിരുന്നു. എൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെയും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു നെക്സ്റ്റ് ഡേ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കൂടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് തകർത്തു. എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതിന് ശേഷമാണ് ഹൈലൈറ്റ്സ്. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഓരോന്നിനെ കുറിച്ച് അവളോട് ചോദിക്കും. അപ്പം ഞാൻ അവൾക്ക് കൗണ്ട് ഡൗൺ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറയിപ്പിക്കാൻ അവൾക്ക് അത്ര പാടില്ലായിരുന്നു. അവൾ കുറേ പറയാണ്ടിരിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഞാൻ വിത്ത് ആക്ഷനിൽ കൂടെ അത് പറയിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ അവളെ ഗിഫ്റ്റിനെ കുറിച്ച് അവൾ എക്സ്പ്ലെയിൻ ചെയ്തു. സന്തോഷത്തിലായിരുന്നു, കാരണം ഗിഫ്റ്റൊക്കെ ചെയ്തു. പിന്നെ അതപ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. നമ്മുടെ ബർത്ത്ഡേയുടെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ റിമൈൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ വിഷ് ചെയ്യുമ്പോൾ അവളുടെ സന്തോഷം അത്രയേ ഉള്ളൂ. അവളുടെ സ്പീച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൾ എൻ്റെ മോളെ തന്നെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുക, ഓരോരോ ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ണിൽ ചെറുതായിട്ട് ഓടിക്കേണ്ട വരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഗിഫ്റ്റുകൾ കാണിക്കുകയാണ്. ഓക്കെ, ഫുള്ളാഴ്ചക്ക് വേണ്ടിയിട്ട് എനിക്ക് ഓരോ ഗിഫ്റ്റ് മേടിച്ച് തന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എനിക്ക് കുറേ ഗിഫ്റ്റ്സ്